ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഈ ഒരു സമയം എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജിയാണ്. Prosperity begins, emotional withdrawal, emotional loss, rest and rejuvenate. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വലി ഇൻവെസ്റ്റ് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് കാണാം, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി അല്ലെങ്കിൽ അത്രയും പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോയിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങും എത്താതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകത്തൊരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ്ലി മൂണായിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അത്രത്തോളം വിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ, ആ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എനർജിയാണ് നിലവിൽ നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടബോധം, വിഷമം, സങ്കടം, അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ഒരുപോലെ പ്രതീക്ഷയോടുകൂടി വരിക, അല്ലെങ്കിൽ അത്രയും ആ ഒരു മ്യൂച്വലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോയൊരു റിലേഷൻഷിപ്പ് ഇത്തരത്തിൽ ഒരാൾ മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് എന്തിനും കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയുടെ മാറി നിൽക്കുന്ന ഒരവസ്ഥ, നമ്മളെ പരിഗണിക്കാതെ വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പേഴ്സണ് ഒരുപാട് വിഷമം നൽകുന്നൊരു സംഗതിയാണ്. അത് നമുക്ക് ഇവിടെ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കറൻ്റ്ലി ഈ പറഞ്ഞതുപോലെ ആ ഒരു നോ കോണ്ടാക്റ്റിൽ പോകുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ആ ഒരു സൈലൻസ് ഇതിനകത്ത് വന്നിരിക്കുന്നു. ആ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വ്യക്തി ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ പിന്തിരിഞ്ഞ പോലെ നിൽക്കുന്നു. മറ്റൊരു വ്യക്തി ഇതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സെപ്പറേഷൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ വ്യക്തിയായിട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതിന് എന്തെങ്കിലും ചിലപ്പോൾ റീസൺ ഉണ്ടാവാം. ചിലപ്പോൾ അവരവരുടേതായിട്ട് താല്പര്യം നോക്കിപ്പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പാസ്റ്റിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായതെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഈ ഒരു സമയം എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അവർക്ക് ഇതിനോട് താല്പര്യമുണ്ടോ, താല്പര്യം ഉണ്ടായിട്ട് മാറി നിൽക്കുന്നതാണോ, അല്ലെങ്കിൽ തീർത്തും മനസ്സോടുകൂടി മാറി നിൽക്കുന്ന അവസ്ഥയാണോ, എന്താണ് എന്നുള്ളത്. Two of Wands, 10 of Pentacles, Knight of Wands, Wheel of Fortune, Princess of Swords, Ace of Pentacles, 5 of Pentacles, Hermit, Star, Justice,
Nine of Wands, Four of Cups, Six of Cups, Two of Cups, Ace of Wands ആൻഡ് കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി അവരുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന കഷ്ടപ്പെടുന്ന ഒരു രീതിയിലോ ആയിരിക്കാം. ലൈഫിൽ ചില ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളും അതുപോലെ തന്നെ അവർക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്തെങ്കിലും കാര്യങ്ങളും ചിലപ്പോൾ ഈക്വൽ ആയിട്ടുള്ളൊരു പരിഗണനയിൽ ഇവർ കൊണ്ടുപോയിരുന്നിരിക്കാം. അല്ലെങ്കിൽ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാത്രമല്ല എന്ന് നിങ്ങൾക്കും ചിലപ്പോൾ അറിയുന്നൊരു കാര്യമായിരിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ലൈഫിൽ സാധാരണയായിട്ട് കാണുന്നൊരു കാര്യമാണ്. ഒരു പരിധി വരെയൊക്കെ എല്ലാം സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാറുണ്ട്. പക്ഷേ ചില ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് കോൺസെൻട്രേഷൻ കുറയുക, അതിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിലായിരിക്കാനുള്ള സാധ്യതയും നമുക്കിവിടെ തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചൊരു സ്പേസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാനുള്ള ഒരു സമയം ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. പെട്ടെന്ന് എന്തെങ്കിലും ലൈഫിൽ എടുത്തിയാടി ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലല്ല ഈ ഒരു വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സ്റ്റേജ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ എന്താണ് പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പേഴ്സൺ ഒരു സ്പേസ് എടുത്ത് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ സ്പ്രെഡിൽ പറഞ്ഞതാണ്, വളരെ ആവേശത്തോടു കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് വന്നിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ അത്രയും ആ ഒരു രണ്ടുപേരും മ്യൂച്വലി സഹകരിച്ച് പോയിട്ടുള്ള ഒരുപാട് പ്രതീക്ഷയോടുകൂടി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് ഒരാൾ ഈ ഒരു തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ ആലോചിച്ചിട്ട് മാത്രമേ ഇനി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ലൈഫിൽ വെക്കാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിലൊക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ചിലർക്ക് അവരുടെ ഒരു ഫാമിലി ആയിരിക്കും ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊപ്പം തന്നെ. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ അവർക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വേണ്ടുന്ന ഒരു സമയം അല്ലെങ്കിൽ അതിനും ആ ഒരു കാര്യവും നിങ്ങളും കൂടി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഫാമിലിക്ക് ചിലപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പേഴ്സൺസ് ഉണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എന്ന ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ പോലും വളരെ കാര്യമായിട്ട് തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴുള്ള ആ ഒരു ഫയർ അല്ലെങ്കിൽ ആ ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടില്ല. അത് സ്റ്റിൽ അവരുടെ മനസ്സിനകത്തിൽ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിന് തീർച്ചയായിട്ടും ആ ഒരു മാറ്റം കടന്നു വരും. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ പറയുന്നുണ്ട്. എപ്പോഴും ഒരുപോലെയല്ല തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്സൈഡ് ഡൗൺ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനും ആ ഒരു മാറ്റം വരും. അത് നിങ്ങൾ തീർച്ചയായിട്ടും അതിനായിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു സിറ്റുവേഷനെ നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ തമ്മിൽ ഒരു നോ കോൺടാക്റ്റ് വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് വിട്ട് മാറി നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ചിലർക്കാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മെസ്സേജസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടും ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എങ്കിലും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു സ്ഥാനം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെന്ത് പ്രാധാന്യമാണോ ലൈഫിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്ത് പ്രാധാന്യമാണോ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ, കെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ കണ്ടിരുന്ന ഒരു രീതി ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അത് നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലെങ്കിൽ അത് ഇനിയും അവർക്ക് ആ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ മിണ്ടുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്നേഹത്തിനൊരു കുറവുണ്ടാവരുത്. അല്ലെങ്കിൽ അത് ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിരുന്ന ആ ഒരു രീതിക്കൊരു മാറ്റം ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്.
അതുപോലെ തന്നെ ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ ഒരു ഒറ്റപ്പെടലായിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും അവർ നമ്മൾ പറഞ്ഞതുപോലെ വളരെ ഡ്രെയിൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അതും കൂടി കൊണ്ടായിരിക്കും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത്. അവർക്ക് കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചെടുക്കാനുള്ള ഒരു സമയം വേണം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണം. ഒന്നിനകത്തും ഇപ്പോൾ ഏതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഇതിനകത്ത് വിക്റ്റിമായി, അല്ലെങ്കിൽ എന്നെ ആ ഒരു പേഴ്സൺ ഇങ്ങനെ കാണിച്ചു എന്നുള്ളൊരവസ്ഥയായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു റീകൺസിലിയേഷൻ സംഭവിക്കും. ആ ഒരു ഹോപ്പോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോണം. അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഇതായതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. അത് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ചില വ്യക്തികളെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ അവരെ അലട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാറി നിൽക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ നിൽക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എനർജീസ് നോക്കുമ്പോൾ ചില എനർജീസിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഒറ്റപ്പെടൽ, അല്ലാന്നുണ്ടെങ്കിൽ ആകെ ഡ്രെയിൻഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ പുട്ടിന് പീര പോലെ എന്ന് പറയില്ലേ, എന്ന് പറയുന്നത് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അത് നിങ്ങളത് മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ഒരു ടഫ് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്ലാനിങ് സ്റ്റേജിൽ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കേണ്ടുന്ന, അല്ലെങ്കിൽ ഒരു ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇത് വ്യക്തമാക്കാവുന്ന ഒരു കാര്യമാണ്. അവർക്കൊരു സമയം വേണമെന്നുണ്ടെങ്കിലാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് പറയാം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണല്ലോ, വെയിറ്റ് ചെയ്യണോ വേണ്ടയോ. ആ ഒരു പേഴ്സൺ സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം അനുവദിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഇല്ല, എനിക്ക് നിങ്ങളുടെ പ്രശ്നം കഴിയുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ സൗകര്യം ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. പക്ഷേ ആ ഒരു പേഴ്സൺ അത് ഓപ്പണായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ, പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ എനർജി നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും, നേരത്തെയുള്ള സ്പ്രെഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്രയും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഓപ്പണായിട്ട് ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ഇപ്പോൾ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇന്നതുപോലെ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. അവർ പല കാര്യങ്ങളും ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ നിങ്ങളുടെ ഇമോഷൻസ് നോക്കുമ്പോൾ നിങ്ങൾ വളരെ നഷ്ടബോധത്തിലും വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ലൈഫിൽ വേറെ എന്തൊക്കെ ഉണ്ടായിട്ടും ആ ഒരു നഷ്ടപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ഈ ഒരു പേഴ്സണെ കുറിച്ച്, അവരുടെ സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിക്ക് കൂടുതലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നിട്ട് ഒരുപക്ഷേ അവരുടെ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രോബ്ലം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ ആ ഒരു പേഴ്സൺ അങ്ങനെ ക്ലാരിറ്റി തരാതെ ഇരുന്നത് അത്രയും ഒരു ക്ലാരിറ്റിയോടുകൂടി അവർക്ക് കുറച്ച് സമയം വേണം, നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ പാടിന് പോയാലോ എന്നുള്ള ഒരു ഇതുകൊണ്ടും ആയിരിക്കാം. നമ്മൾ ചിലരെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന പോലെ ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കാൻ വേണ കക്ഷത്തിലുള്ളത് പോവാനും പാടില്ല എന്ന് പറയുന്ന പോലെ നിങ്ങൾ പോവാനും പാടില്ല. നിങ്ങളവിടെ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ അവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് അവർക്ക് ഇൻവോൾവ്മെന്റ് ആവശ്യമാണ്. പക്ഷെ അവരുടെ അത് കഴിഞ്ഞ് വരുന്നവരെ നിങ്ങൾ ഇരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. എൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ് വരുമ്പോഴും അവരവിടെ തന്നെ എനിക്കായിട്ട് വെയിറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ. പക്ഷെ അവരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എപ്പോഴും കൂടുതൽ വൺ സൈഡഡ് ആയിരിക്കും. അവരെക്കുറിച്ചായിരിക്കും അവർ കൂടുതൽ ആലോചിക്കുന്നത്. കുറച്ചൊരു സെൽഫിഷ് മൈൻഡ് സെറ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടൈമിനും എൻ്റേതുപോലെ തന്നെ വാല്യൂ ഇല്ലേ എന്നവർ ചിന്തിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ചിന്താഗതികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ പ്രതീക്ഷയോട് കൂടി കാണുന്നുണ്ട്. അല്ലെങ്കിൽ സമയത്തിന് മാറ്റം വരും, അവർക്ക് കുറച്ചൊരു സമയം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ സ്നേഹമൊട്ട് നഷ്ടപ്പെടാനും പാടില്ല. നിങ്ങൾക്ക് അവരോട് ഉണ്ടായിട്ടുള്ള ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ നഷ്ടപ്പെട്ടു പോവരുത് എന്നുള്ള ഒരു ചിന്താഗതിയും കാണാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എന്തോ ഒരു ഹേർട്ട് കാരണം നിങ്ങളും അവരും ഒരുപോലെ തളർന്നിരിക്കുകയാണ് എന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ പാസ്റ്റിൽ. അതും ഈ ഒരു പേഴ്സൺ ഇങ്ങനെ മാറി നിൽക്കുന്നതിൻ്റെ ഒരു കാരണമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻ്റർഫിയറൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ എങ്കിലും അങ്ങനെയുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു കരുതൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വളരെ ഹോണസ്റ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അത്രയും ആ ഒരു ജസ്റ്റിഫൈ ചെയ്ത റിലേഷൻഷിപ്പ് ആയിരിക്കും. അതൊന്നും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു വ്യക്തിയുടെ ലൈഫിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് അവർ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു
കാര്യം എന്ന് പറയുന്നത് കുറച്ചൊരു സെക്കൻഡറി ആയിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. ഒരു പ്രൈം ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ ലൈഫിന് അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിനാണ് ആ ഒരു വ്യക്തി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ നിങ്ങളും വളരെ ഡ്രെയിൻഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത് അവർക്കറിയാം. നമ്മൾ ഓൾറെഡി നേരത്തെ സ്പ്രെഡിലും പറഞ്ഞതാണ്. രണ്ടുപേരും ആ ഒരു സെപ്പറേഷൻ ഫേസിലായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും മിണ്ടുന്നുണ്ടാവില്ല, സൈലൻ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും കുറച്ചൊരു ഗാർഡഡ് ആയിട്ട് മാറി നിൽക്കുകയാണെന്നുള്ള ഫീലിംഗ് അവർക്ക് ഉണ്ടാവാം. അപ്പോൾ എന്നിരുന്നാൽ കൂടിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു നല്ല രീതിയിൽ പോയിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എനർജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹോണസ്റ്റി അതൊന്നും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അല്ലെങ്കിൽ അതൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറഞ്ഞു പോകരുത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു സൈലൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് അനക്കമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് അറിയാത്തൊരവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ടൊന്ന് അവരിലേക്ക് ചെന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പുറകെ ചെല്ലാനായിട്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റ് കൂടിയുണ്ട്. അപ്പം അങ്ങനെ കണ്ടതുകൊണ്ട് എന്നാൽ ശരി, ഈ ഒരു പേഴ്സൺ മിണ്ടാതിരിക്കുകയാണ്, ഞാനായിട്ട് അങ്ങോട്ട് ബെഗ് ചെയ്ത് പോവാം എന്നല്ല, നമ്മളുടെ ആ ഒരു വന്ന ഒരു എനർജി പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മളായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പേഴ്സണൽ റീഡിങ്ങിലൂടെ മനസ്സിലാക്കിയ ശേഷമായിരിക്കണം. ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു ഗൈഡൻസ് ആയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ പേഴ്സൻ്റെ ഒരു ആഗ്രഹം നിങ്ങളങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സൈലൻസ് ആയിട്ട് അവർ മാറിയിരിക്കുകയാണ്, അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ചിലപ്പോൾ അവർക്ക് ലഭിക്കാനായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളും കുറച്ചൊന്ന് ഗാർഡഡ് ആയിട്ട് നിൽക്കുന്നു, നിങ്ങളുടെ മനസ്സിനകത്ത് വിഷമമുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് അവർക്ക് അത്രയും ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം നമുക്കിവിടെ കാണാം. ഇപ്പോൾ സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളില്ലാതെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു മാറി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ലോസ് ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് മെമ്മറീസ് ആയിരിക്കാം. അതെല്ലാം ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റമുണ്ടാവും. നമ്മൾ അത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. പല എനർജീസിനകത്തും ഇതിനകത്തൊരു ചേഞ്ച് വരും. ഈ സിറ്റുവേഷൻ ഇതുപോലെ തന്നെ പോവില്ല, മാറ്റം വരും വരും എന്നുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അത് നിങ്ങളും കൂടി മനസ്സിലാക്കണം എന്നുള്ള അവരുടെ ഒരു താല്പര്യമൊക്കെ നമ്മൾ നേരത്തെയും കണ്ടതാണ്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ഇവിടെയും റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് മാറി നിൽക്കുകയാണ്, സോറി, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കരുതരുത് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളുടെ മെമ്മറീസും ഒക്കെ ഈ ഒരു പേഴ്സണുണ്ട്. അവർ വീണ്ടും ആ ഒരു യൂണിയനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് എന്നുള്ളത് അവിടെ കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ആ ഒരു അട്രാക്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ്, അതിനുള്ള ഒരു ഏർജ് അവരുടെ മനസ്സിനകത്ത് സ്റ്റില്ലുണ്ട്. പക്ഷേ അവരുടെ ഒരു സിറ്റുവേഷൻ ഈ ഒരു തരത്തിലായതുകൊണ്ടാണ്, ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല എന്നൊരു പക്ഷേ നിങ്ങളെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാനോ ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലർക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങളും കൂടി ഒന്ന് വിട്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ പാസ്റ്റിലൊക്കെ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ബെഗ് ചെയ്ത് അങ്ങോട്ട് പോവുമായിരിക്കാം. ഇപ്പോൾ വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കാണിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാകുമ്പോഴത്തേക്കും പഴയൊരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞോ എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങോട്ടൊന്ന് ചെന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റിലൊക്കെ ആയിട്ട് കുറച്ചധികം നാളുകളായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പരസ്പരം ഇപ്പോൾ എന്താണ് നടക്കുന്നത്, രണ്ടുപേരുടെ മനസ്സിനകത്ത് എന്താണെന്നുള്ളത് ഊഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെ അവരുടെ ഒരു മനസ്സിലിരിപ്പ് ചിലപ്പോൾ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പോൾ മാറി നിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഒന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒന്നും പറയാതെയൊക്കെ പോയിട്ടുള്ളവരായിരിക്കാം. അപ്പോഴത്തെ ആ ഒരു മൂച്ചിന് അങ്ങോട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഈ ഒരു സൈലൻസ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിനകത്തൊരു മാറ്റമൊന്നും വരുന്നില്ല, സൈലൻ്റ് ആയിട്ട് തന്നെ പോകുന്നു, രണ്ടുപേരും മിണ്ടുന്നില്ല, ആ ഒരു എനർജിയിൽ തന്നെ പോകുമ്പോഴായിരിക്കും പിന്നീട് പല ബുദ്ധികളും ഉദിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അവരൊന്നും ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് ഒന്ന് അറിയിക്കായിരുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ തോന്നുന്നത് സെപ്പറേഷൻ പീരീഡിലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഒരു ലോജിക് മൈൻഡ് സെറ്റോടു കൂടിയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇമോഷൻസ് വെച്ച് മാത്രമല്ല, ലോജിക് മൈൻഡ് സെറ്റിലും നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു ആ ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് എന്താണ്, ആഹ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനും നമുക്കിവിടെ കാണാം. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു സമയം വേണം, ഒരു സ്പേസ് കൊടുക്കണം. ഇപ്പോൾ അവർക്ക് ഒരു തീരുമാനം എടുക്കേണ്ടുന്നൊരു സമയമാണ്. എന്നാൽ അത് ധൃതി പിടിച്ച് പെട്ടെന്ന് ഹറിബറിയിലൊന്നും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയല്ല. കുറച്ചൊരു സമയം അവർക്ക് വേണ്ടതാണ് എന്നുള്ള ഒരു എനർജി കാണാം. എന്നാൽ അതേ സമയം തന്നെ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പൊയ്ക്കോ എന്നല്ല, നിങ്ങൾ പോകുന്നതും അവർക്ക് ഇഷ്ടമല്ല.
അതും നമുക്കിവിടെ കാണാം. അവർക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സ്പേസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പ്രയോറിറ്റിയോ ക്വാളിറ്റി ടൈമോ തരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ പോവരുത്. നിങ്ങളെന്താണോ നേരത്തെ കൊടുത്തിരുന്ന ഈ ഒരു പേഴ്സൺ കൊടുത്തിരുന്ന സ്നേഹമായിക്കോട്ടെ, എഫേർട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എനർജി ആയിക്കോട്ടെ, അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു മാറ്റം വരും. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥ പോലെ ആയിരിക്കില്ല എപ്പോഴും. ഇതിനകത്തൊരു ചേഞ്ച് ഉണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് അവർ വരുത്തും എന്നുള്ള ആ ഒരു ഹോപ്പ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു എനർജി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 9, നമ്പർ 10, നമ്പർ 11 ആൻഡ് നമ്പർ 17. ഇനി ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ടോറസ്, വിർഗോ, ലിയോ, സ്കോപ്പിയോ, ലിബ്ര ആൻഡ് അക്വേറിയസ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് നല്ലതുപോലെ ഈ ഒരു സ്പ്രെഡിൽ, നേരത്തെ സ്പ്രെഡിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.